തകർന്നോരൻ ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ നിൻ ഹൃത്തോടു ചേർത്തിടുന്നു. യേശുനാഥന്റെ സുവിശേഷത്താൽ ഭവനങ്ങളിൽ അനുഗ്രഹം സ്വന്തമാക്കിയിട്ടുള്ള ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുകയും പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഭവനത്തിൽ വച്ച് തന്നെ കർത്താവ് അനേകം പിശാച് ബാധിതരെ സൗഖ്യപ്പെടുത്തുന്നു. സംസാരിക്കുവാൻ അവരെ അവൻ അനുവദിച്ചില്ല എന്നാണ് വചനം പറയുന്നത്. യൂദയായിലെ ശുശ്രൂഷ മധ്യേ കർത്താവ് പ്രഭാതത്തിൽ അതുവഴി കടന്നു പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തടഞ്ഞു നിർത്തി. തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് ഇനിയും അടുത്ത ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി ഇരിക്കുന്നു, അതിനായാണ് ഞാൻ വിളിക്കപ്പെട്ടത് എന്ന്. 5 ചിന്തകൾ ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാനാകും. 1, യേശുവിൻ്റെ ദൗത്യമാണ്. യേശുവിന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധവും ബോധ്യവുമുണ്ട്. അവൻ എന്തിനാണ് വന്നത്, അവൻ ആർക്കാണ് സാക്ഷ്യം നൽകുന്നത്, അവൻ ആരെയാണ് സൗഖ്യപ്പെടുത്തേണ്ടത്, എന്തിനാണ് സൗഖ്യം നൽകേണ്ടത് എന്നൊക്കെ. യേശുനാഥൻ യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് ജനത്തോട് പറഞ്ഞിരുന്നില്ല. അവനെ അറിയാവുന്നവരോട് അവനെക്കുറിച്ച് ആരോടും പറയരുതെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. പിശാച് ബാധിതരായി ഉള്ളവരുടെ മധ്യേ പിശാചുക്കൾ അവനെക്കുറിച്ച് സംസാരിക്കും എന്ന് വ്യക്തമായും അറിയാവുന്ന യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾ ശബ്ദിക്കരുത്. സംസാരിക്കുവാൻ അവരെ അനുവദിച്ചില്ല എന്നാണ് സുവിശേഷം പറയുന്നത്. ഇത് കർത്താവ് പറയുവാൻ കാരണം ക്രിസ്തുവിന് തൻ്റെ ദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, യാത്ര എത്രത്തോളം അനിവാര്യമാണ് എന്നതൊക്കെ വളരെ വ്യക്തമായും അറിയാവുന്നത് കൊണ്ടാണ്. 2, പ്രാർത്ഥന. ദൈവഹിതം അന്വേഷിക്കുന്നതിനും യേശുവിൻ്റെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കുന്നതിനും പ്രാർത്ഥന പ്രധാനമാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പിതാവായ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതായിരുന്നു. തന്നോടൊപ്പമായിരുന്ന പിതാവിനോട് ചേർന്ന് നടന്നിരുന്ന ക്രിസ്തു ഒരു പ്രാർത്ഥനയായി ആണ് ശിഷ്യന്മാരോട് കൂടെ നടന്നതും ജനക്കൂട്ടത്തിൻ്റെ മധ്യേ ആയിരുന്നതും സൗഖ്യം പ്രദാനം ചെയ്തതും പിശാചുക്കളെ ബഹിഷ്കരിച്ചതുമൊക്കെ. 3, രോഗശാന്തി. യേശുവിൻ്റെ യാത്രയിൽ സുവിശേഷ ദൗത്യത്തിൽ പരമപ്രധാനമായ ശുശ്രൂഷയായിരുന്നു രോഗശാന്തി. കർത്താവായ യേശുനാഥൻ അനുകമ്പയുടെ ദൈവമായിരുന്നു, സൗഖ്യത്തിൻ്റെ ദൈവമായിരുന്നു, വീണ്ടെടുപ്പിൻ്റെ ദൈവമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രോഗശാന്തി അനുഭവം. ആത്മീയവും വൈകാരികവും ശാരീരികവുമായ രോഗശാന്തി ഉൾപ്പെടെയുള്ള മനുഷ്യാവസ്ഥയുടെ തകർച്ചയെ യേശുനാഥൻ സമ്പൂർണമായും സൗഖ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ രോഗശാന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 4, ജനക്കൂട്ടത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണം. യേശു ജനക്കൂട്ടത്തോട് പ്രതികരിക്കുന്നു. എന്നാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിർണയിക്കാൻ അവൻ ജനക്കൂട്ടത്തെ അനുവദിച്ചില്ല. താൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ അവൻ ദൈവത്തിലേക്കാണ് എപ്പോഴും തിരിഞ്ഞിരുന്നത്. യേശുനാഥന് ജനക്കൂട്ടത്തോട് എപ്പോഴും അനുകമ്പയായിരുന്നു. എന്നാൽ തൻ്റെ ജീവിത ദൗത്യം പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും ക്രിസ്തു വായിച്ചെടുക്കുകയും സ്വായത്തമാക്കുകയും ജീവിക്കുകയും ചെയ്തു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പേരെ നാം കണ്ടുമുട്ടും. വ്യക്തിപരമായ ക്രിസ്തുബന്ധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണത്. 5, രോഗശാന്തി സമൂഹത്തെ ബാധിക്കുന്നു. ഒരാൾ സുഖം പ്രാപിച്ചാൽ അത് സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. അവരിൽ അത് സന്തോഷമുളവാക്കുന്നു, പ്രത്യാശ ഉളവാക്കുന്നു. മറ്റുള്ളവരിൽ അത് വിശ്വാസത്തിൻ്റെ കാരണം ഉളവാക്കുന്നു. ഉദാഹരണത്തിന്, സുഖം പ്രാപിച്ച അമ്മായിയമ്മയ്ക്ക് തൻ്റെ അതിഥികളെയും സമൂഹത്തെയും വീണ്ടും ശുശ്രൂഷിക്കുവാനുള്ള അവസരം ഒരുങ്ങുകയായിരുന്നു. രോഗസൗഖ്യം ബാധിച്ചവർ അവരുടെ ജീവിത ദൗത്യത്തിലേക്ക് സമ്പൂർണമായും പൂർവാധികം ശക്തിയോടെ കടന്നു വരുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് രോഗശാന്തി ഓരോ വ്യക്തിയെയും ദൈവ പദ്ധതിയിലേക്ക്, നന്മകളിലേക്ക്, അവരുടെ പ്രവൃത്തികളിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതാണ്.
അത് സമൂഹത്തെയും വ്യക്തിയെയും ഒരുപോലെ നന്മയിൽ നിറയ്ക്കുന്നതാണ്. പ്രിയരെ, യേശുവിനോട് ചേർന്ന് നമുക്ക് നടക്കാം. പ്രാർത്ഥനയായി, ക്രിസ്തു ദൗത്യം പേറുന്നവരായി, രോഗസൗഖ്യം സ്വന്തമാക്കുന്നവരായി, ജനത്തോടൊപ്പം ക്രിസ്തുവിൻ്റെതായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മുറിവുണക്കിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ, മുറിവുണക്കിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തൂകണേ നാഥ, കണ്ണീർ തുടയ്ക്കണേ നാഥ. അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തൂകണേ നാഥ, കണ്ണീർ തുടയ്ക്കണേ നാഥ. മുറിവുണക്കിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ. മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നിൻ കുരിശോടു ചേർത്തിടുന്നു. തകർന്നൊരൻ ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ നിൻ ഹൃത്തോടു ചേർത്തിടുന്നു. നീറുമെൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നിൻ കുരിശോടു ചേർത്തിടുന്നു. തകർന്നൊരൻ ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ നിൻ ഹൃത്തോടു ചേർത്തിടുന്നു. കരുണാമയ ദൈവപുത്ര, സൗഖ്യം പകരൂ നാഥ, മാറോടു ചേർക്കണേ നാഥ. മുറിവുണക്കിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ. സോദരരേകിയ വേദനകൾ തിരുമുറിവോടു ചേർത്തിടുന്നു. ഘോരമാം പാപത്തിൻ ഓർമ്മകളും നിൻ പാതേ അർപ്പിക്കുന്നു. സോദരരേകിയ വേദനകൾ തിരുമുറിവോടു ചേർത്തിടുന്നു. ഘോരമാം പാപത്തിൻ ഓർമ്മകളും നിൻ പാതേ അർപ്പിക്കുന്നു. കരുണാമയ ദൈവപുത്ര, സൗഖ്യം പകരൂ നാഥ, മാറോടു ചേർക്കണേ നാഥ. മുറിവുണക്കിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ.
അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തൂകണേ നാഥ, കണ്ണീർ തുടയ്ക്കണേ നാഥ. മുറിവുണക്കിയിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ,